എല്ലാവരും ഓട്ടത്തിലാണ്. ഏതൊക്കെയോ കടമ്പകൾ കടന്നിരിക്കാനുള്ള ജീവൻ മരണ പോരാട്ടം. പക്ഷേ ഓട്ടത്തിനിടയിൽ പ്രിയപ്പെട്ടവരെ കൂടി ഒപ്പം കൂട്ടാൻ മറക്കുന്നവരോട് ഒരു വാക്ക്. ഒരു ഘട്ടത്തിൽ നിങ്ങളും ഒറ്റപ്പെട്ടു പോയേക്കാം. അതങ്ങനെയാണ് പുതിയ കാലത്തിൻ്റെ ലളിത സമവാക്യങ്ങളിലൊന്ന്. സമവാക്യങ്ങൾ. ഇനി മുന്നോട്ട് പോകാൻ കഴിയുന്നില്ല. മുന്നിൽ കടച്ചുഴിയാണ്, ശക്തമായ തിരമാല. ഞങ്ങൾ അപകടത്തിലാണ്. മുന്നോട്ട് പോകൂ. ഞങ്ങളുടെ ഡേറ്റ പ്രകാരം മുന്നിലാണ് മത്സ്യശേഖരമുള്ളത്. നിങ്ങൾ മുന്നോട്ട് പോകൂ. ഇറ്റ്സ് വെരി ആക്യുറേറ്റ് സിസ്റ്റം. തെറ്റു പറ്റില്ല. ബിലീവ് മീ. മുന്നോട്ട് തന്നെ പോകൂ. ഇപ്പോഴത്തെ കടൽക്ഷോഭം കാര്യമാക്കണ്ട. ലോഞ്ചിറ്റ്യൂഡ് ആൻഡ് ലാറ്റിറ്റ്യൂഡ് ആർ ഫിക്സ്ഡ്. ഒരു നോട്ടിക്കൽ മൈൽ അകലെ നിധിയാണ് നിങ്ങളെ കാത്തിരിക്കുന്നത്. Go ahead. Go ahead. മിസ്റ്റർ മനു സുധാകർ, ഇത് നിങ്ങളുടെ മാത്രം മിസ്റ്റേക്കാണ്. ഇതുപോലെ റിസ്ക് ഉള്ള മേഖലകൾ ഉപയോഗിക്കുന്ന പ്രോജക്റ്റിൽ ഇറർ വരിക എന്ന് പറഞ്ഞാൽ നഷ്ടപ്പെടുന്ന ജീവനുകൾക്കും ഉണ്ടാകുന്ന സാമ്പത്തിക നഷ്ടത്തിനും ആര് ഉത്തരവാദിത്വം പറയും? കമ്പനി ഉത്തരവാദിത്വം പറയേണ്ടി വരും. വിത്തിൻ 2 days ഈ പ്രോജക്റ്റ് എറർ ഇല്ലാതെ കംപ്ലീറ്റ് ചെയ്ത് റീസബ്മിറ്റ് ചെയ്തിരിക്കണം. ദിസ് ഈസ് ലാസ്റ്റ് വാർണിംഗ് ഫോർ യു. അതർവൈസ് യു വിൽ ബി ഫയർഡ്. പൊടിയാണോ? ഹലോ. പിന്നെ എനിക്ക് ഈ ആഴ്ചയും വരാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. ഇവിടെ ഓഡിറ്റ് നടക്കുക. അതിനിടയിൽ ഇട്ടേച്ച് പോരാൻ പറ്റില്ല. നീ വരുവോ വരാതിരിക്കോ എന്ത് വേണേ ചെയ്യ. ഞാൻ ഇവിടെ സ്ട്രെസ് കയറി ഭ്രാന്ത് പിടിച്ചിരിക്കോ. നിങ്ങൾ IT പ്രൊഫഷണൽക്ക് മാത്രമല്ല, ഞങ്ങൾക്കുണ്ട് വർക്ക് ലോഡ് സ്ട്രെസ്സും അല്ല. ഓ പിന്നെ ഞാനിങ്ങനെ ഇവിടെയും ഒറ്റ മകനുള്ളതെങ്കിൽ കാനഡയിലും എന്ന് കരുതി നിങ്ങളും നിങ്ങളുടെ അപ്പനും കൂടി ആ വീട് വൃത്തികേടാക്കരുത്. മാസത്തിലൊരിക്കലും ഞാനങ്ങ് വരുന്നതേ കഴുകാനും തുടയ്ക്കാനും ഒന്നും അല്ല. എനിക്കും വേണം കുറച്ച് വിശ്രമം. നിങ്ങളത് വല്ലതും കേൾക്കുന്നുണ്ടോ?
മനസ്സിലായി. ഞാൻ പറയുന്ന ഒന്നും ഇഷ്ടപ്പെടുന്നില്ല എന്ന് അറിയിക്കാനല്ലേ ആ വാക്വം ക്ലീനർ ധരിപ്പിച്ചത്. മനസ്സിലായല്ലോ. എന്നാ പിന്നെ വെച്ചിട്ട് പോയിക്കൂടെ? സുധാ, എൻ്റെ അവസ്ഥയെക്കുറിച്ച് നിനക്ക് എന്തറിയാം? എൻ്റെ ലാസ്റ്റ് പ്രൊജക്റ്റ് ഫെയിലിയറായി. അത് റീസബ്മിറ്റ് ചെയ്യാൻ വെറും 48 മണിക്കൂറാണ് കമ്പനി എനിക്ക് തന്നിരിക്കുന്ന ഡെഡ്ലൈൻ. IT ഫീൽഡാ, IT ഫീൽഡ്. ഓ 7:45. I am already late. I am ready, sir. എനിക്ക് സംസാരിച്ച് നിങ്ങളുടെ സമയം This is too much. എത്ര തവണ പറഞ്ഞിരിക്കുന്നു, നിന്റെ പോലെ 10 to 5 വർക്കല്ല എൻ്റേത്. ഒരു പ്രോജക്റ്റ് ഏറ്റാൽ പിന്നെ രാവും പകലും അതിനു വേണ്ടി സ്പെൻഡ് ചെയ്യണം. ഞാനിവിടെ ടോയ്ലറ്റിൽ പോകുന്ന പോലും ഈ ലാപ്ടോപ്പും മടി വെച്ചിട്ടാ. എന്താ നിനക്കിത് മനസ്സിലാവാത്ത? പറഞ്ഞ സമയത്ത് ഈ പ്രൊജക്റ്റ് കംപ്ലീറ്റ് ചെയ്ത് കൊടുത്തില്ലെങ്കിലേ എനിക്ക് ഈ ജോലി പോലും ഉണ്ടാവില്ല. പ്ലീസ് പ്ലീസ് ട്രൈ ടു അണ്ടർസ്റ്റാൻഡ്. എനിക്ക് സംസാരിച്ച് നിങ്ങളുടെ സമയം കളയാനുള്ള ഉദ്ദേശമൊന്നും ഇല്ല. നമ്മുടെ മോനെ ഒന്ന് വിളിക്കണം. നിങ്ങൾ അവനെ ഒന്ന് വിളിക്കാറ് പോലും ഇല്ലല്ലോ. ആകെ ഒന്നേ ഉള്ളൂ എന്ന് ഓർമ്മ വേണം. പലപ്പോഴും ഒന്ന് വിളിച്ച് സംസാരിക്കുന്നതിൽ തെറ്റൊന്നുമില്ല. പൂർത്തിയായി. അവനെ ഇവിടുത്തെ പഠിത്തം ശരിയാവില്ല, പഠിക്കാൻ കാനഡയ്ക്ക് പോകണമെന്ന് ഒരേ നിർബന്ധം. എന്നിട്ടെന്താ, എയർപോർട്ടിൽ നിന്ന് കയറി പോകുന്നവരെ കൂടെ നിന്ന് എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുത്തു. അവിക്കുള്ള വേണ്ടേ? എന്തേലും ആവശ്യമുണ്ടേ അവൻ എന്നെ വിളിച്ചൂടെ? നോൺസെൻസ്. എന്നിട്ട് ഇപ്പം അതിൻ്റെ പേരും പറഞ്ഞൊരുത്തി ഫോണും കട്ട് ചെയ്ത് പോയിരിക്കുന്നു. അപ്പം ഞാൻ ആരോട് പരാതി പറയും? ആരോട് ദേഷ്യപ്പെടും?
ഒന്ന് ഓഫാക്കാവോ? മനുഷ്യരെ ജോലി ചെയ്യാൻ സമ്മതിക്കല്ലോ. ഓ, ആ നശിച്ച ശബ്ദം നിർത്തുന്നില്ല. ആ ചേട്ടാ, ഞാനേ വർക്കിന്റെ ടെൻഷനില്ല, അതുകൊണ്ടാ. ഓഫീസിൽ നിന്ന് വന്നിട്ട് ഈ ഡ്രസ്സ് പോലും ചേഞ്ച് ചെയ്തിട്ടില്ല. ഡ്രൈവ് ചെയ്ത് പോരുമ്പോ പോലും ഈ ലാപ്ടോപ്പ് പടി വെച്ചാണ്ടാ പോകുന്നത്. അതൊക്കെ പോട്ടെ, നമുക്കേ എന്നും പതിവ് പോലെ ഒരു തണുത്ത ബിയർ കുടിക്കാം. നീ ഇരിക്കുക. വേണ്ട, ഞാൻ ഡ്യൂട്ടിയിലാ. ഡ്യൂട്ടിയിലോ? എന്താ ഡ്യൂട്ടിയില്? അല്ല, സാധാരണ നീ ഡ്യൂട്ടി സമയത്ത് ഇങ്ങനെ വരാറില്ലല്ലോ. വരേണ്ട കാര്യമുണ്ടെന്ന് വെച്ചോ. ഓ, അച്ഛനവിടെ? അച്ഛനോ? സുധാകരൻ മാഷേ, നിന്റെ അച്ഛൻ. ഓ, അച്ഛൻ. അച്ഛൻ മുറിയിലുണ്ട്. മുറിയിലുണ്ടോ? പിന്നില്ലാതെ എവിടെ പോകാനാ? ചിലപ്പം വല്ല പത്രമൊക്കെ വായിച്ച് കിടന്നുറങ്ങി കാണും. മുറിയിലുണ്ടെന്ന് വിളിച്ചേ. എന്തിന്? നിനക്ക് വേണ്ടല്ലോ. ഞാൻ എന്തായാലും ഒരു ബിയർ കഴിക്കാൻ പോവാ. എടാ, അതിനിടയിൽ ഇപ്പൊ അങ്ങേരെ എന്തിനാ ഇങ്ങോട്ട് വിളിച്ചു വരുത്തുന്നേ? പോയി നോക്കണം അച്ഛൻ റൂമിലുണ്ടോന്ന്. എന്താടാ ഒരു വക പോലീസ് മുറയില് ഈ കുറ്റവാളികളെ കൈകാര്യം ചെയ്യുന്ന പോലെ? സാർ, സ്പോട്ടിലുണ്ട്. എടാ, അച്ഛൻ മുറിയില്ല. അച്ഛൻ മുറിയില്ലെന്ന്. അച്ഛന് വേണ്ടിട്ടേ ഓൺലൈനിൽ ഓർഡർ ചെയ്തെടുത്ത ഫുഡ് അത് കഴിച്ചിട്ടില്ല, തണുത്തു തുടങ്ങിയിട്ടുണ്ട്. ഇതുപോലെ കഴിക്കാതെ ഇങ്ങനെ എവിടെ പോയി കിടക്കുവാണോ? ഒരു ഓർമ്മ പോലും ഇല്ലാത്ത മനുഷ്യനാ. ഒറ്റയ്ക്ക് എങ്ങ് പോകരുതെന്ന് എത്ര തവണ പറഞ്ഞിട്ടുള്ളോ? എടാ, ഞാൻ ഇപ്പൊ എവിടെ പോയി അന്വേഷിക്കും? ഇങ്ങനെ എവിടെ? മനു, നീ ഇവിടെ നിൽക്ക. ഞാൻ പറയുന്നത് നീ സമാധാനത്തോടെ കേൾക്കണം. എന്താടാ? ഡ്യൂട്ടി കഴിഞ്ഞ് ഇറങ്ങാൻ തുടങ്ങുമ്പോഴാണ് SI സാർ എന്നോട് പറയുന്നത്, മേൽപ്പാലത്തിന് താഴെ റെയിൽവേ ട്രാക്കിൽ ഒരു ഡെഡ് ബോഡി ഉണ്ട്, ഒന്ന് അറ്റൻഡ് ചെയ്യണമെന്ന്. ഡെഡ് ബോഡിയോ? ആരുടെ? ചെന്ന് നോക്കുമ്പം തിരിച്ചറിയാൻ പാകത്തിനൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ ഒറ്റ നോട്ടത്തിൽ എനിക്ക് മനസ്സിലായടാ, അത് മാഷാന്ന്, നിന്റെ അച്ഛൻ. എടാ, ഇവിടെ ഈ മുറിയിൽ നിന്ന് അച്ഛൻ എങ്ങനെയാ റെയിൽവേ ട്രാക്കിൽ? അത് അച്ഛനാവില്ല. നിനക്ക് ആള് മാറിപ്പോയതാ. അത് അച്ഛനാവില്ല. എടാ, 1 മണിക്കൂറിലധികം ആയിട്ടില്ല. എടാ, അതെങ്ങനെ? ഞാൻ ഇവിടെ വന്നിട്ട് 2-3 മണിക്കൂറായില്ലേ? അതെങ്ങനെയാ? നീ ഇതിൽ മുഖം പൂഴ്ത്തിയിരുന്നപ്പോ മാഷ് ഇറങ്ങി പോയിട്ടുണ്ടാവാം. കണ്ടോ അച്ഛന് ചെരുപ്പ്? അച്ഛനെ പുറത്തു പോകുമ്പോ ഉപയോഗിക്കുന്ന ചെരുപ്പാ. ഈ ചെരുപ്പിടാതെ അച്ഛൻ പുറത്തെങ്ങും പോകാറില്ല. കണ്ടോ അച്ഛന്റെ കണ്ണട, അച്ഛൻ വായിക്കുന്ന പത്രം. എടാ, ഇതൊക്കെ ഇവിടെ ഉള്ളപ്പോ പിന്നെ അച്ഛൻ ഇവിടെ ഉണ്ടാവുന്നല്ലേ ഞാൻ കരുതിയത്. അല്ല, അച്ഛൻ പുറത്തു പോകുന്ന ഞാൻ കണ്ടിട്ട് പോലും ഇല്ല. ഇതെങ്ങനാ? അതങ്ങനെയാ മനു. അച്ഛനും അമ്മയും ഉണ്ടാക്കി തരുന്ന സ്വത്തും സമ്പാദ്യവും എല്ലാം നമ്മൾ സൂക്ഷിക്കും, ശ്രദ്ധിക്കും. പക്ഷേ അവര് നമ്മോടൊപ്പം ഉണ്ടോന്നോ നമ്മൾ അവരോടൊപ്പം ഉണ്ടോന്നൊന്നും ഇപ്പൊ ആരും ശ്രദ്ധിക്കുന്നില്ല. എങ്ങനെയാ? അല്ല, തിരിച്ചറിയാൻ കഴിയുന്നില്ല എന്ന് പറഞ്ഞിട്ടേ നിനക്ക് എങ്ങനെയാ മനസ്സിലായേ? ആ മുറിഞ്ഞു കിടക്കുന്ന കയ്യിലൊന്ന് പിടിച്ചപ്പം ആ ചൂട് ഞാൻ തിരിച്ചറിഞ്ഞു. കുഞ്ഞുനാളിൽ നിനക്കൊപ്പം ആ കൈ പിടിച്ച് എത്ര നടന്നിട്ടുള്ളതാടാ. നിനക്കതൊക്കെ ഓർമ്മയുണ്ടോ? നിനക്കതൊന്നും ഓർമ്മയില്ലേ? ഉണ്ട്, ഓർമ്മയുണ്ട്. എന്നിട്ട് അച്ഛനെ ഇവിടെ തെരഞ്ഞപ്പോഴും അച്ഛൻ ഇനി ഇല്ല എന്ന് തിരിച്ചറിഞ്ഞപ്പോഴും അച്ഛാന്ന് നീ ഒന്ന് തൊണ്ട പൊട്ടി കരഞ്ഞില്ലല്ലോടാ. എനിക്കതിന് കഴിയുന്നില്ല. അച്ഛാന്നൊന്ന് ഉറക്ക വിളിക്കാൻ പോലും എനിക്ക് കഴിയുന്നില്ലടാ. എനിക്ക് കഴിയുന്നില്ല. മനു, ഇവിടെ ഇരിക്ക. എങ്ങനായിരുന്നു? അപകടമായിരുന്നു അതോ
അറിയില്ല. ചിലപ്പോൾ ഓർമ്മയില്ലാതെ ഇറങ്ങി നടന്നപ്പം അപകടത്തിൽപ്പെട്ടതാവാം. അതല്ലെങ്കിൽ ഇനിയിപ്പം അതിനെക്കുറിച്ചൊന്നും അന്വേഷിക്കണ്ട. അവിടുത്തെ ഫോർമാലിറ്റീസ് ഒക്കെ ഓഫീസർമാർ നോക്കിക്കോളും. ഇവിടെ നമുക്ക് അറിയിക്കേണ്ടവരെല്ലാം അറിയിക്കണം. ബോഡി കൊണ്ടുവരുമ്പം തുറന്നു കാണിക്കാൻ പറ്റാത്ത സാഹചര്യമാണ്. ഒരു ഫോട്ടോ ഇവിടെ വെക്കണം, പേപ്പറിൽ കൊടുക്കണം. നീ മാഷിന്റെ ഒരു ഫോട്ടോ എടുത്താ അതിനുള്ള ഏർപ്പാടെല്ലാം ഞാൻ ചെയ്തോളാം. എടാ ഫോട്ടോ ഫോട്ടോ എടാ നിന്റെ ഫോണിൽ കാണില്ലേ? ആ നേരാ ഫോണിൽ കാണുമല്ലോ. എവിടാ എവിടാ നീ കാണിക്കുക. നോക്കിക്കേ, ഇതിനകത്ത് കാണും, ഇതിനകത്ത് കാണൂടാ. എന്താടാ എടാ ഇതിനകത്തുണ്ട്, നീ ശരിക്കും നോക്കിക്കേ, ഇതിനകത്ത് കാണൂടാ. അതിലില്ല. അതിൽ കുറച്ച് കടലും തിരമാലയും മീനും പിന്നെ കണ്ട പട്ടിയുടെയും പൂച്ചയും കൂടെയുള്ള സെൽഫികളെല്ലാം ഉണ്ട്. അല്ലാതെ അച്ഛൻ്റെ കൂടെയുള്ള ഒരു ഫോട്ടോയും ഇല്ല. ഒരു ഫോട്ടോ ആ നിന്റെ ലാപ്പിൽ കാണുമല്ലോ. ആ നേരെ ലാപ്പിൽ കാണൂടാ. ഒരുപാട് മെമ്മറിയുടെ ലാപ്പാ. ഇത് കാണും എന്തായാലും. എന്താടാ Designing and execution of IT in fishing vessel. ആ കമ്പ്യൂട്ടർ വർക്കറുടെ മത്സ്യബന്ധനം. ഇതേ നാളെ എനിക്ക് കമ്പനി സമർപ്പിക്കാനുള്ള പ്രൊജക്റ്റാ. ഇത് സബ്മിറ്റ് ചെയ്തില്ലല്ലേ അവരെ ഫയർ ചെയ്യും. അതാ പ്രോജക്റ്റിനുള്ളതെല്ലാം ഇതിലുണ്ട്. ആ അല്ലാതെ മാഷിന്റെ ഫോട്ടോ ഒന്നുമില്ല. ഒരു ഫോട്ടോ എവിടെന്നെങ്കിലും സംഘടിപ്പിക്കണം. ഒരു ഫോട്ടോ പോലും കയ്യിലില്ലാന്ന് പുറത്തെങ്ങാനും അറിഞ്ഞാണ്ടല്ലോ. അറിയരുത്, പുറത്തറിയരുത്. എടാ അച്ഛൻ്റെ ഒരു ഫോട്ടോ പോലും കയ്യിലില്ലാന്ന് പുറത്തറിഞ്ഞ ഞാനിതൊന്നും ഓർത്തില്ലല്ലോ. മനു, ഈ പോലീസിന്റെ അന്വേഷണത്തിന്റെ ഭാഗമായി രേഖാചിത്രം വരയ്ക്കുന്ന ഒരാളെ എനിക്കറിയാം. നമുക്ക് അവനെ വരുത്തി മാഷിന്റെ ഒരു ചിത്രം വരപ്പിക്കാം. നീ കൃത്യമായിട്ട് അടയാളങ്ങളിൽ ലക്ഷണങ്ങൾ പറഞ്ഞു കൊടുത്താൽ മതി. ലക്ഷണങ്ങളോ എന്ന് വെച്ചാ? എടാ മുഖത്തിന്റെ അടയാളങ്ങളിൽ ലക്ഷണങ്ങൾ പറഞ്ഞു കൊടുക്കണം. എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. നീ എന്താന്ന് വെച്ചാൽ തെളിച്ചു പറ. എങ്ങനെയാപ്പോ? എടാ അച്ഛന്റെ കണ്ണുകൾ എങ്ങനെയാണ്, ചുണ്ടുകൾ എങ്ങനെയാണ്, തലമുടി എങ്ങനെയാണ്, ഇതൊക്കെ പറഞ്ഞു കൊടുത്ത് വരപ്പിക്കണം. അതെ അതെനിക്ക് ഓർമ്മയുണ്ട്. അച്ഛൻ്റെ കണ്ണുകൾ എൻ്റെ കുഞ്ഞുനാളില് അച്ഛൻ്റെ കണ്ണുകളിൽ നിറയെ സ്നേഹവും വാത്സല്യമായിരുന്നു. ഞാൻ പിച്ച വെച്ച് വീഴുമ്പം ആ കണ്ണുകൾ നിറഞ്ഞിരുന്നു. പിന്നെ ഞാൻ പഠിത്തത്തിൽ ഒന്നാമനായപ്പോൾ ആ കണ്ണുകൾ സന്തോഷം കൊണ്ട് അഭിമാനം കൊണ്ട് നിറഞ്ഞിരുന്നു. പിന്നെ ചുണ്ടുകൾ എനിക്ക് ഉമ്മ തരുമ്പം അച്ഛൻ്റെ ചുണ്ടുകൾക്ക് നല്ല തണുപ്പായിരുന്നു. അതിന് വിയർപ്പിൻ്റെ ഉപ്പും ഗന്ധവും ഉണ്ടായിരുന്നു. എടാ കണ്ണിലെ വാത്സല്യവും സ്നേഹവും വിയർപ്പിന്റെ ഉപ്പും ഗന്ധവും കൊണ്ടൊക്കെയാണോ ചിത്രം വരയ്ക്കുന്നത്? എടാ ഇത് കൃത്യമായി പറഞ്ഞു കൊടുക്കണം. ചുണ്ടുകള്, കണ്ണുകള്, തലമുടി ഇതൊക്കെ പറഞ്ഞു കൊടുത്താലല്ലേ ചിത്രം വരയ്ക്കാൻ കഴിയുള്ളൂ. എനിക്കതൊന്നും ഓർമ്മയില്ല. നീ പറയുന്ന പോലെയൊക്കെ പറഞ്ഞു കൊടുക്കാൻ എനിക്കറിയില്ല.
ഈ IT ഫീൽഡിൽ വന്ന പിന്നെ അച്ഛൻ്റെ രൂപം പോലും ഞാൻ ശ്രദ്ധിച്ചിട്ടില്ലടാ. എനിക്കറിയില്ല. എനിക്കൊന്നും ഓർമ്മയില്ല. എനിക്കൊന്നും ഓർമ്മയില്ല. ഒന്നും ഓർമ്മയില്ല. അച്ഛന്റെ കണ്ണട, അച്ഛൻ വായിക്കുന്ന പത്രം, അച്ഛന്റെ ചെരുപ്പ്, ഇതൊക്കെ മാത്രമായിരിക്കുന്നു നിനക്ക് അച്ഛനെ കുറിച്ചുള്ള അടയാളങ്ങൾ. നേരാ. പക്ഷേ എന്റെ തിരക്കുകൾക്കിടയിൽ അതിനപ്പുറം എനിക്ക് ഒന്നിനും കഴിഞ്ഞിട്ടില്ല. അതാ സത്യം. ഞാനത് തപ്പട്ടെ. അച്ഛന്റെ പെൻഷൻ ബുക്കോ ആധാർ കാർഡോ എന്തെങ്കിലും അകത്ത് കാണുമല്ലോ. ഞാനൊന്ന് നോക്കിയിട്ട് വരാം. അച്ഛന്റെ രോഗം ഇതായിരുന്നു. എന്റെ രോഗം ഇവിടെ. ഇതിനിടയിൽ ഞങ്ങൾ കണ്ടുമുട്ടിയിട്ടില്ല. അതുകൊണ്ടാ അടുത്തുണ്ടായിരുന്നിട്ടും ഞങ്ങൾ അകന്നു പോയത്. അതുകൊണ്ടാ. അപ്പോ പിന്നെ അകലെയുള്ളവരോ ഇന്നെന്താ പതിവില്ലാതെ ഇങ്ങോട്ടൊരു വിളി? എടീ, നമ്മുടെ അച്ഛൻ അല്ല, ഒന്നുമില്ല. പക്ഷെ എനിക്ക് പേടിയാകുന്നടേ. പേടിയോ? നിങ്ങൾക്കോ? എന്താ നിങ്ങൾ ശബ്ദം വല്ലാതിരിക്കുന്നത്? ഇന്നും മദ്യപിച്ചല്ലേ? ആരാ കൂട്ട്? ആ പോലീസുകാരനാണോ അതോ പുതിയ കൂട്ട് വല്ലതും കിട്ടിയോ? നീ നമ്മുടെ മോനെ എന്ന് വിളിച്ചേ. എന്നിട്ടേ എന്റെ ഫോട്ടോ അവന്റെ ഫോണിലുണ്ടോന്ന് ചോദിച്ചേ. ഇതെന്ത് കൂത്ത്? നിങ്ങൾക്ക് കള്ളു കുടിച്ചു ഭ്രാന്തായോ? നിങ്ങൾ തന്നെ അങ്ങ് ചോദിച്ചാ മതി. എടീ, ഞാൻ ഈയിടെ അവനെ വിളിക്കാറൊന്നുമില്ലല്ലോ. നീയല്ലേ വിളിക്കാറ്. അതുകൊണ്ട് വേഗം വിളിച്ചിട്ട് എന്നെ തിരിച്ചു വിളിക്ക്. കിട്ടിയോ? അച്ഛൻ്റെ ഫോട്ടോ കിട്ടിയോ? ഫോട്ടോ ഒന്നും കിട്ടിയില്ല. ഇത് കണ്ടോ? ഇതൊരു ഡോക്യുമെന്റാ. ഹൈ റേഞ്ചിലുള്ള വീടും സ്ഥലവും അച്ഛൻ നിന്റെ പേരിലേക്ക് എഴുതി വെച്ചിരിക്കുന്നു. എന്ന് വെച്ചാ അച്ഛന് ചെയ്യാൻ കഴിയാവുന്ന അവസാനത്തെ കാര്യം ചെയ്തിരുന്നെന്ന്. മനു, നീ ഒരു തവണയെങ്കിലും അച്ഛൻ്റെ ആ മുറിയിലേക്കൊന്ന് കയറി നോക്കിയിട്ടുണ്ടോ? ആ മുറിയുടെ ചുവരുകൾ നിറയെ നിന്റെ ചിത്രങ്ങളാ. കുഞ്ഞുനാളിൽ മുതൽ ദാ ഈ ജോലി കിട്ടുന്നത് വരെയുള്ള ചിത്രങ്ങൾ. അവന്റെ ഫോണിൽ നിങ്ങളുടെ ഫോട്ടോ ഒന്നും ഇല്ല.
ഒന്നോ രണ്ടോ ഉണ്ടായിരുന്ന മെമ്മറി ഫുള്ളായപ്പോൾ ഡിലീറ്റ് ചെയ്തു. എന്താടാ അവന്റെ മെമ്മറി ഫുള്ളായപ്പോ അവരെന്നെ ഡിലീറ്റ് ചെയ്തെന്ന്. എന്റെ മെമ്മറി ഫുള്ളായപ്പോ എന്റെ അച്ഛനെ ഞാൻ ഡിലീറ്റ് ചെയ്ത പോലെ അല്ലേ? അച്ഛനെ അച്ഛനൊന്നും കഴിച്ചിട്ടില്ലോ? അച്ഛന് വിശക്കുന്നുണ്ടാവൂലേ? ഞാൻ ആഹാരം കൊടുത്തിട്ട് വരാം. അച്ഛൻ എന്തെങ്കിലും കൊടുത്തിട്ട് വരാം. നീ വിളിക്കട്ടോ? മനു എൻ്റെ അച്ഛൻ കുഞ്ഞുനാളിലെ ഞാൻ ഒന്നാമത് കിടക്കുമ്പോ എൻ്റെ പുറകെ നടന്നു അച്ഛൻ എന്നെ വിട്ടുമായിരുന്നു. എന്നിട്ട് ഞാനോ കൂടെ ഉണ്ടായിരുന്നിട്ടും ഒരുമിച്ചൊന്നിരിക്കാനോ ഒരല്പം ആഹാരം ഒരുമിച്ച് കഴിക്കാനോ കഴിഞ്ഞില്ലല്ലോ. ഇനിയിപ്പോ ഞാനും അച്ഛൻ പോയി. അച്ഛൻ പോയല്ലേ? അച്ഛൻ പോയല്ലേ? അച്ഛൻ പോയല്ലേ? അച്ഛൻ പോയി. അച്ഛൻ പോയി. അച്ഛൻ പോയി. എടാ അപ്പൊ അച്ഛനെ നമുക്ക് ഇങ്ങോട്ട് കൊണ്ടുവരണ്ടേ? എടാ അച്ഛൻ നമുക്ക് ഇങ്ങോട്ട് കൊണ്ടുവരണ്ടടാ. അച്ഛനെ കൊണ്ടുവരണ്ടേ? അച്ഛനെ കൊണ്ടുവരണ്ടേ? അതിനുള്ള ഏർപ്പാടെല്ലാം ഞാൻ ചെയ്തിട്ടുണ്ട്. ചെയ്തിട്ടുണ്ടോ? അപ്പൊ പിന്നെ അച്ഛനെ നമുക്ക് കിടക്കട്ടെ. എവിടെടാ നമുക്ക് അച്ഛനെ കിടന്നത്? നമുക്ക് അച്ഛനെ നമുക്ക് ഇവിടെ കിടന്നത്? അച്ഛനെ നമുക്ക് എവിടെ അച്ഛനെ കിടന്നത്? നമുക്കിത് ഇവിടെ കിടത്താം. ഇവിടെയോ? അപ്പോഴേ ഫോട്ടോ എവിടെ വെക്കുന്നത്? അച്ഛൻ്റെ ഫോട്ടോ വെക്കട്ടെ. വെക്കുന്നത് എവിടെയാ? ഫോട്ടോ എവിടെ വെക്കുന്നത്? മാഷിന്റെ ഫോട്ടോ നമുക്കിതേ തലക്കലായിട്ട് ഇവിടെ വെക്കാം. ഇവിടെ ഇവിടുത്തെ ഫോർമാലിറ്റീസ് കഴിഞ്ഞു. അവിടെ ഒരുക്കങ്ങൾ പൂർത്തിയായോ? ഡെഡ് ബോഡി ആയിക്കട്ടെ. റെഡിയാണ് സാർ. ബോഡി അയച്ചോളൂ.